ലൈംഗികാരോപണം കേസിൽ ഒളിവിൽ തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. രാഹുൽ ഒളിവിൽ പോവാൻ ഉപയോഗിച്ച കാറിന്റെ ഉടമയായ നടിയെ പോലീസ് ചോദ്യം ചെയ്തേക്കും. അതേസമയം രാഹുലിനെ കണ്ടെത്താനായി സംസ്ഥാനത്തിനകത്തും പുറത്തും പോലീസിന്റെ തിരച്ചിൽ തുടരുകയാണ്. രാഹുലിന്റെ സ്റ്റാഫ് അംഗങ്ങളിൽ നിന്ന് SITക്ക് നിർണായക വിവരങ്ങൾ കിട്ടിയതായാണ് സൂചന. ഡാൻ കുര്യൻ നൽകും വിവരങ്ങൾ. ഡാൻ, ഗുഡ് മോർണിംഗ്. 6 ദിവസമായി സംസ്ഥാനത്തിന്റെ ഒരു MLA കാണാതായിട്ട്, അയാളെ ഇതുവരെ പോലീസിന് കണ്ടെത്താനാവാഞ്ഞിട്ട് നമ്മൾ വളരെ കൃത്യമായി റിപ്പോർട്ടുകളിലൂടെ അറിഞ്ഞതാണ് എങ്ങനെയാണ് പാലക്കാട് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയതെന്ന്. ഒരു കുറ്റവാളി പോകുന്നത് പോലെ അത്രമാത്രം രഹസ്യാത്മകമായി വലിയ തരത്തിലുള്ള ഇടപെടലൊക്കെ നടത്തിയാണ് അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ ഇതുവരെ പോലീസിന് MLAയിലേക്ക് എത്താൻ സാധിച്ചില്ല. അതെന്തുകൊണ്ടാണ്? നാളെ ജാമ്യ ഹർജി പരിഗണിക്കുന്നതുവരെ കാത്തിരിക്കാം എന്നുള്ള തീരുമാനത്തിലായിരുന്നു പോലീസ്. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം ലഭിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് പോലീസിന് ഒരു തിരിച്ചടിയായി വ്യാഖ്യാനിക്കപ്പെടുന്ന സാഹചര്യം വരും. അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചതിന് ശേഷം മാത്രം കോടതിയുടെ തീരുമാനമറിഞ്ഞ് തുടർ നീക്കങ്ങളിലേക്ക് കടക്കാമെന്നൊരു നിഗമനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നതെന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം കൂടിയാലോചന യോഗം നടത്തിയിരുന്നു. അതിനുശേഷമാണ് സർവൈലൻസിൽ നിർത്തുക, രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് എന്നതിൽ ഒരു നിരീക്ഷണം എപ്പോഴും ഉണ്ടാവുക, കോടതിയുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായൊരു നടപടിയല്ല ഉണ്ടാകുന്നതെങ്കിൽ പെട്ടെന്ന് ഒരു ആക്ഷനിലേക്ക് കടക്കുക, ഇതാണ് പോലീസിന്റെ തീരുമാനം. അത്തരത്തിലാണ് ആ തീരുമാനവുമായാണ് ഉദ്യോഗസ്ഥർ മുമ്പോട്ട് പോകുന്നത്. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് നിന്ന് രക്ഷപ്പെടാനായി, അവിടെ നിന്ന് മാറാനായി ഒരു സ്വകാര്യ വാഹനം തെരഞ്ഞെടുക്കുകയും ആ സ്വകാര്യ വാഹനം ഒരു നടിയുടേതാണെന്നുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തത്. ഈ നടിയെ സംബന്ധിച്ച സൂചനകൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇവരെ ചോദ്യം ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. അതായത് ഏത് സാഹചര്യത്തിലാണ് ഈ വാഹനം ഇങ്ങനെ കൊടുത്തുവിട്ടത്, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഈ വാഹനത്തിൽ കൊടുത്തുവിട്ടതിന് ശേഷം പിന്നീട് രാഹുലുമായി വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഉദ്യോഗസ്ഥർ പരിശോധിക്കുക എന്നാണ് സൂചന. അതോടൊപ്പം ഈ DVRൽ നിന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച രാഹുൽ അവിടെ നിന്ന് പോകുന്ന ദൃശ്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത് ബോധപൂർവം ആ ദിവസത്തെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് എന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ ഒരു സ്വാധീനത്തിന് വഴങ്ങിയാണ് അങ്ങനെയൊരു നീക്കം അവിടുത്തെ കെയർടേക്കറുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന വിലയിരുത്തലാണ് SIT. അതുകൊണ്ട് തന്നെ ആ കെയർടേക്കറെ കേന്ദ്രീകരിച്ചും വിശദമായ പരിശോധനകൾ നടക്കും. അതോടൊപ്പം രാഹുലിന്റെ ചില ബന്ധുക്കളും സുഹൃത്തുക്കളും പോലീസിന്റെ നിരീക്ഷണത്തിലുണ്ട്. അവരുമായി രാഹുൽ മറ്റേതെങ്കിലും നമ്പറുകളിൽ നിന്ന് ബന്ധപ്പെടാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അവർ കൂടി പോലീസിന്റെ നിരീക്ഷണത്തിൽ തുടരുന്നത്. അതായത് ഈ കേസിൽ പ്രതികളായ രാഹുൽ മാങ്കൂട്ടത്തിനും ഈ യുവതിക്ക് ഗർഭചിത്രത്തിന് വേണ്ട മരുന്നുകൾ എത്തിച്ചു നൽകിയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്ത് ജോബി, ഈ രണ്ടുപേരെ കേന്ദ്രീകരിച്ച് ഒരേ ദിശയിൽ അന്വേഷണം നീളുകയാണ്. ഒരുപക്ഷെ ഈ ജോബിയെ എത്രയും പെട്ടെന്ന് പിടിക്കാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്ന് ചിലപ്പോൾ ഉണ്ടായേക്കും. കാരണം തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നൊരു വാദത്തിലാണ് പോലീസ്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. അതായത് ജാമ്യം അനുവദിച്ചാൽ പ്രതികൾ സ്വാധീനമുള്ളവരായതിനാൽ അവർ അത് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്, തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാധ്യത ഒഴിവാക്കുന്നതിനാൽ അവർക്ക് മുൻകൂർ ജാമ്യം നൽകരുത് എന്ന ഒരു വാദമായിരിക്കും പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിക്കുകയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേപോലെ തന്നെ നാളത്തെ ദിവസം അത് രാഹുൽ മാങ്കൂട്ടം MLAയെ സംബന്ധിച്ച് അതിനിർണായകമെന്ന് തന്നെ സൂചിപ്പിക്കേണ്ടതാണ്. നമ്മൾ ഈ നിയമവശം പരിശോധിക്കുമ്പോൾ രാഹുലിന് നാളെ ജാമ്യം കിട്ടാനുള്ള സാധ്യത അത് എത്രമാത്രം ഉണ്ടാൻ? സ്വാഭാവികമായി ഇത്തരം കേസുകളിൽ കഴിഞ്ഞ ഏതാനും നാളുകളായി കോടതിയുടെ ഭാഗത്തുണ്ടാകുന്ന കീഴ്വഴക്കം ഈ ആരോപണ വിധേയർ പരിസരത്തുണ്ടെങ്കിൽ, അതായത് കൃത്യമായ ഒരു സർവൈലൻസിൽ ഉണ്ടെങ്കിൽ അവരെ കുറച്ചെങ്കിലും വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ കർശനമായി കൃത്യസമയത്ത് ഹാജരാകണം, അല്ലെങ്കിൽ കർശന ഉപാധികളോടെ ജാമ്യം അനുവദിക്കുന്ന പല കേസുകളും നമ്മൾ ഈ സമീപകാലത്തൊക്കെ കണ്ടിട്ടുണ്ട്. അതിനുള്ളൊരു സാധ്യത ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ്, അതും ഒരു സാധ്യത തന്നെയാണ്. അതിനപ്പുറത്തേക്ക് തിരിച്ചടിയാകുകയാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട കാരണമായി മാറാൻ പോകുന്നത് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ അറസ്റ്റിലായ സാഹചര്യം നമുക്കറിയാം. അതായത് ഇങ്ങനെ പരാതി നൽകിയതിന് പിന്നാലെ
ഒരു ക്രിമിനൽ കോൺസ്പിറസി നടന്നിട്ടുണ്ട്, അതായത് ഒരു കുറ്റകരമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അവരെ അധിക്ഷേപിക്കുന്നതിനും അവരുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിനും എന്നുള്ള കണ്ടെത്തലാണ് സൈബർ ക്രൈം പോലീസ്. അത് ശരിവെക്കുന്ന കൂടുതൽ തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിനും രാഹുൽ ഈശ്വറും തമ്മിൽ അത്തരമൊരു സംഭാഷണം നടന്നിട്ടുണ്ടോ എന്നതിന്റെ ഏതെങ്കിലും സൂചനകൾ ലഭിക്കുകയും ചെയ്താൽ അതടക്കം നാളെ കോടതിയിൽ കൃത്യമായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി അഭിഭാഷകൻ അത് കോടതിയിൽ ഹാജരാക്കും. കാരണം ഇങ്ങനെയൊരു ഗൂഢാലോചന രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടി അറിവോടെയാണ് എന്ന വിവരം പുറത്തു വന്നാൽ സ്വാഭാവികമായി അത് കോടതിക്ക് പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെ ഒരാൾക്ക് ജാമ്യം നൽകിയാൽ അത് ഉണ്ടാക്കാനിടയുള്ള ഈ തെളിവുകളെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കാനൊക്കെ ഇടയുള്ള സാഹചര്യങ്ങൾ കോടതിക്ക് പരിഗണിക്കേണ്ടി വരും. അങ്ങനെ ഒരു സാധ്യത കോടതി പരിഗണിച്ചാൽ ജാമ്യം കിട്ടാനുള്ള സാധ്യത കുറവാണ്. എന്തായാലും ഈ രണ്ട് സാധ്യതകളും ഒരുപോലെ നിൽക്കുകയാണ്. പക്ഷേ രാഹുൽ ഈശ്വറിനെതിരായി ഇന്നലെ കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള നടപടി, കോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ, ഇത് വളരെ ഗൌരവത്തോടെയാണ്. അവിടെയാണ് ഇന്നലെ ഡാൻ പറഞ്ഞതുപോലെ തന്നെ രാഹുൽ ഈശ്വറിന് എതിരെ കോടതിയുടെ നിരീക്ഷണങ്ങൾ നമ്മൾ വളരെ കൃത്യമായി കേട്ടതാണ്. ഇന്ന് അതേ വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരും ഇന്ന് ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിക്കുമ്പോൾ എന്ത് നിലപാട് എടുക്കാനായിരിക്കും കോടതി സാധ്യതയുണ്ടാവുക? രാഹുൽ ഈശ്വറിന്റെ അതേ അതിവിധി തന്നെയായിരിക്കുമോ സന്ദീപ് വാര്യർക്കും ഉണ്ടാവുക? ഡാൻ, അതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നതിന്റെ പ്രാഥമികമായ സൂചനകൾ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളായിരിക്കും ഈ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് പോലീസ് കോടതിയിൽ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുക. ഈ ജാമ്യാപേക്ഷയെ എതിർക്കുന്നതിന്റെ കാരണം ഈ ഗൂഢാലോചന ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും. അത് തെളിയിക്കുന്ന വിവരങ്ങൾ കോടതിക്ക് കൈമാറാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായി ജാമ്യം നിഷേധിക്കപ്പെടുന്ന സാഹചര്യം തന്നെ ഉണ്ടാകാനാണ് സാധ്യത. കാരണം അങ്ങനെ രജിസ്റ്റർ ചെയ്ത സൈബർ ക്രൈം പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിലെ 5ാം പ്രതിയാണ് രാഹുൽ ഈശ്വർ, അതിൽ 4ാം പ്രതിയാണ് സന്ദീപ് വാര്യർ. അപ്പോൾ 5ാം പ്രതിയായിട്ടുള്ള രാഹുൽ ഈശ്വർ ഈ കേസിൽ ജാമ്യം ലഭിക്കാതെ അറസ്റ്റിലായിട്ടുണ്ടെങ്കിൽ സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാകും കോടതി എടുക്കുക എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് തന്നെ ഇക്കാര്യത്തിലൊരു ചിത്രം വ്യക്തമാകും. ഈ കേസിലെ മറ്റ് 3 പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. അവർ മുൻകൂർ ജാമ്യത്തിന് ഉള്ള സാധ്യതകളൊക്കെ തേടുന്നുണ്ട്. പക്ഷെ അത് ലഭിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് കണ്ടു തന്നെ അറിയണം. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്ത് ഈ സമൂഹ മാധ്യമങ്ങളിലെ വിവിധ ഗ്രൂപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു സംഘടിത സ്വഭാവത്തിൽ ഈ ഇരയുടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കാൻ നടത്തിയ നീക്കം സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണ് എന്നൊരു വിലയിരുത്തലിലാണ് കോടതി കടുത്ത നടപടികളിലേക്ക് രാഹുൽ ഈശ്വറിനെതിരെ അടക്കം കടന്നിരിക്കുന്നത്. മാത്രമല്ല, അങ്ങനെ ഒരു നടപടി രാഹുൽ ഈശ്വറിനെതിരെ എടുത്തതിലൂടെ ഇത്തരം ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ഒരുപാട് ആളുകൾ പിന്തിരിഞ്ഞിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ ഉദ്യോഗസ്ഥർക്കുമുണ്ട്. കോടതിക്കും അതേ ഒരു വിലയിരുത്തൽ തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ ഒരു കാര്യം കൂടി, നമ്മൾ ഇന്നലെ രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ പ്രതികരണമൊക്കെ കേട്ടതാണ്. താൻ ഇനി ജയിലിൽ നിരാഹാരം ഇരിക്കും, പുരുഷ കമ്മീഷൻ വേണമെന്നൊക്കെ പറഞ്ഞ് പല ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത് സത്യാഗ്രഹമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ജയിലിലോട്ട് പോയത്. എന്താണ് സാഹചര്യം? അവിടെ നിരാഹാരത്തിൽ തന്നെയാണോ? ജയിലിൽ നിരാഹാരം തുടരുകയാണ്. അല്പസമയം മുമ്പ് ദീപ രാഹുൽ ഈശ്വർ സംസാരിക്കുന്നു. അവർ പറയുന്നത് രാഹുൽ അവിടെയും നിരാഹാരം തുടരുകയാണ്. കാരണം തങ്ങൾക്ക് നോട്ടീസ് നൽകാതെയാണ് അങ്ങനെ കസ്റ്റഡിയിലെടുക്കാനുള്ള ഒരു നീക്കം ഉണ്ടായത്. അങ്ങനെ നോട്ടീസ് നൽകിയെന്ന് പറയുന്നത് പച്ചക്കള്ളമാണെന്ന നിലപാടിൽ അവർ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. മാത്രമല്ല, ഈ സെക്ഷൻ 73 ചേർത്തുകൊണ്ടാണ്, BNSലെ സെക്ഷൻ 73 ചേർത്തുകൊണ്ടാണ് ഇങ്ങനെ ജാമ്യം ലഭിക്കാതിരിക്കുന്ന സാഹചര്യം വന്നത്. രാഹുൽ ഒരിക്കലും പേര് പറഞ്ഞിട്ടില്ല. ഈ ഇരയുടെ പേര് വെളിപ്പെടുത്തുന്ന സാഹചര്യം രാഹുലിന്റെ ഭാഗത്തുനിന്ന് എവിടെയും ഉണ്ടായിട്ടില്ല എന്നാണ് ദീപ വ്യക്തമാക്കുന്നത്. രാഹുലും അതുതന്നെയാണ് ഇന്നലെ പലതവണ ആവർത്തിച്ചത്. പക്ഷേ പോലീസ് അത് മുഖവിലേക്ക് എടുക്കുന്നില്ല. കാരണം ഇതിലൊരു സംഘടിത നീക്കം നടന്നിട്ടുണ്ട്, ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഉറപ്പിക്കുന്ന വിവരങ്ങൾ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുള്ളത് കൊണ്ടാണ് അവർ കൃത്യമായി ആ ദിശയിലേക്ക് തന്നെ അന്വേഷണം കൊണ്ടുപോകുന്നത്. മാത്രമല്ല, ചില ഡിജിറ്റൽ ഉപകരണങ്ങൾ കൂടി രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തുനിന്ന് പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കം ഒരുപക്ഷെ ഈ സൈബർ ക്രൈം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായേക്കും. അങ്ങനെയാണെങ്കിൽ കൂടുതൽ പരിശോധന രാഹുലുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഓഫീസിലടക്കം നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതിയുടെ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിൽ കണ്ണൂരിലും കേസ്. സുനിൽ മോൻ KM എന്ന ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടാക്കിയ വ്യക്തിക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. സന്ദീപ് വാര്യരുടെ പോസ്റ്റിലെ വിവരങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിനാണ് കേസ്. അതിജീവിതയുടെ അന്തസ്സിനെ ഹനിക്കുന്ന പ്രവൃത്തി ചെയ്തെന്നാണ് FIR.
രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ അതിജീവിതയെ തിരിച്ചറിയുന്ന ഫേസ്ബുക്ക് കുറിപ്പെഴുതിയ ആൾക്കെതിരെ കേസെടുത്ത് പോലീസ്. അബ്ദുൾ കെ നാസർ എന്നയാൾക്കെതിരെയാണ് ഇടുക്കി നെടുങ്കണ്ട പോലീസ് കേസെടുത്തത്. സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം, അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തൽ, ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചുമത്തി. ഇയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി പോലീസ് മെറ്റയെ സമീപിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പോലീസിനെതിരെ കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ. പരാതി നൽകിയ യുവതിയുടെ വിവരങ്ങൾ പുറത്തുവിട്ട സംഭവത്തിൽ പോലീസ് എടുത്തത് പക്ഷപാത നിലപാടെന്ന കെ സുധാകരന്റെ വിമർശനം. പരാതിക്കാരുടെ വിവരങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ കാരണക്കാരായ CPM BJP പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കുന്നില്ല. കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ മാത്രമാണ് കേസുകളെന്നും നവമാധ്യമങ്ങളിലെ കോൺഗ്രസ് ശബ്ദം ഇല്ലാതാക്കാമെന്ന് കരുതരുതെന്നും സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചു.